ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നത് പറയാൻ സിമ്പിളായി മട്ടൻ കറി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉള്ളി എടുത്തിന്. അതിനെ ബാട്ടിയെടുക്കണം. കുറച്ച് തവക്കത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതേമാതിരി നോക്കല്ല. ഇതിനെ ബാട്ടിയെടുത്ത് പിന്നെ ഒരു മിക്സി എടുത്തിട്ട് മിക്സിയിലേക്ക് 3 തക്കാളിയും 3 സവാളയും എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും. ഇതിന് മുമ്പ് 2-3 റെസിപ്പി ഞാൻ ഇട്ടാ ഇറച്ചി കറീൻ്റെ ആണാധാരം കൊണ്ടോ നമ്മളെ ചാനലിൽ പോയിട്ട് അതിനെ നോക്കിയാവും. പിന്നെ ഈ ബാട്ടിയെടുത്ത് ഉള്ളി എടുത്തിടണം ഇതേമാതിരി നോക്കല്ല. പിന്നെ ജീരകം ഇടണം, ജീരകം ഇടണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ഇടണം. പിന്നെ ഗരം മസാല പൊടി ഇടണം, ഇതേമാതിരി ഗരം മസാല പൊടി ഇടണം. പിന്നെ അതിനെ ഞാൻ അരിച്ചിട്ട് ഇടണം. ഒരു സൈഡിൽ ഞാൻ ബൗളെടുത്തിന് ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ അരച്ച് വെച്ച മസാല ഇല്ലേ അതിലേക്ക് ഒഴിച്ചാൽ മതി. ഇതേമാതിരി ഇതിൻ്റെ മണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇതേമാതിരി. പിന്നെ മല്ലിപ്പൊടിയും 2 സ്പൂണും, പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് 3-4 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. അതിനിട്ടിട്ട് ഭയങ്കര ഇളക്കിയിട്ട് നമ്മൾ കൊടുക്കണം. ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം നോക്കി. ഞാൻ ഒരു സൈഡിലില്ലേ ഇറച്ചി വേവിച്ചിട്ട് വെച്ചിന് മട്ടൻ. പിന്നെ തേജ്പത്ത ഇടണം. തേജ്പത്ത മുമ്പിടേണ്ടത് ഇടാൻ മറന്ന് പെട്ട്. പിന്നെ ഉപ്പിടണം. പിന്നെ ഈ മട്ടൻ നമ്മൾ വെച്ചിട്ടില്ല, ഈ മട്ടനെല്ലാം ഇട്ടാൽ മതി. ഞാൻ 1 കിലോ മട്ടൻ എടുത്തിന്. ഈ മട്ടൻ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാൻ മുമ്പ് പാടില്ല. നല്ല മട്ടനിനെ മസാലയിൽ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം നല്ല എണ്ണയിൽ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഈ ബട്ടട്ട ആലു ഇടണം. ആലു മുമ്പ് ഇടാൻ പാടില്ല, ആലു കലങ്ങിപ്പോവും. ഇതേമാതിരി ഇളക്കിയിട്ട് കൊടുക്കണം. കൊടുത്ത് പിന്നെ ലാസ്റ്റ് ഇത് എണ്ണയെല്ലാം മീത്തേക്ക് വന്നിട്ട് നോക്കി കളറായ പിന്നെ നമുക്ക് എത്ര വെള്ളം വേണം അത് ഉറച്ചിട്ട് വേണം. വെള്ളം ഒഴിക്കണ്ട, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിലാക്കി അങ്ങ് മതി. ഞാൻ 1 കുപ്പി വെള്ളം ഒഴിച്ചിന് ചോറ്റിൻ്റെ അകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചപ്പാത്തിൻ്റെ അകത്തങ്ങ് വെള്ളം ഒഴിക്കണമെന്നില്ല. പിന്നെ ഞാൻ മട്ടൻ മസാല എടുത്തിന്. അത് കുറച്ചിടണം. ഈ പാക്കറ്റ് ഇടാൻ പാടില്ല. മട്ടൻ മസാലൻ്റെ പാക്കറ്റ് ഇതേമാതിരി പകുതി എടുത്തിട്ടിടണം. അതിട്ടേ പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിടും. പിന്നെ കൊത്തുമീറി മേലെ മുറിച്ചിട്ടിടണം. പുതിയതായിട്ട് ആരും കാണുന്നെങ്കിൽ ലൈക്ക് ഷെയറാക്കാൻ മറക്കണം എന്തായാലും. നോക്കിയത് ഇതേമാതിരി ഇത്ര വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ.